ഇതേ അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ പാരഡി 15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് CPM ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ 2017 CPM-ൻ്റെ മുഴുവൻ ആളുകൾ ജയിച്ചു വന്ന ലീഗ് നേതാക്കളെ അപമാനിക്കുന്നതിന് വേണ്ടി അവരെ നായയും കുറുക്കനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈ അയ്യപ്പ ഭക്തിഗാനത്തിന് പാരഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു മതവികാരവും വ്രണപ്പെടുത്താതെയാണ്, ഒരു തരത്തിലുള്ള ഒരു മതവികാരവും വ്രണപ്പെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ പ്രശ്നമാണ്. അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുകയാണ്. ഇത് BJP കളിക്കുന്ന, സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. ഇവിടെ ഒരു തീപ്പൊരി കിട്ടിയാൽ അത് ആളിപ്പടരുന്ന തീയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളുള്ള കേരളത്തിലാണ് അവർക്ക് തേച്ചു മിനിക്കിയ ഒരു ആയുധം CPM കൊടുക്കാൻ ശ്രമിക്കുന്നത്. സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെയാണ് CPM സഞ്ചരിക്കുന്നത്. ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു. പരിഹാസത്തോടെ ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. ഏത് അറ്റം വരെ പോയി സംരക്ഷിക്കും, ഏത് കോടതി വരെ പോയി അവരെ സംരക്ഷിക്കും. ഇതിന് കേസെടുത്തത് കേരളത്തിൻ്റെ മുമ്പിൽ, സാംസ്കാരിക കേരളത്തിൻ്റെ മുമ്പിൽ പോലീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തലകുനിച്ച് നിൽക്കണം. ഈ കേസെടുത്തത് ഇത് ചരിത്രത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കറുത്ത അധ്യായമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഇത് തീവ്ര വലതുപക്ഷ സർക്കാരുകൾ മാത്രം ചെയ്യുന്നതാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സിനിമാ വിലക്കിനെതിരായിട്ടായിരുന്നു. ആ സിനിമാ വിലക്കിനെതിരായി പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഒരു പാരഡി പാട്ടിൻ്റെ പേരിൽ കേസെടുത്ത് പോലീസിനെ കൊണ്ടു. ഇത് കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഗൗരവത്തോടു കൂടിയല്ല, പരിഹാസത്തോടു കൂടി ഈ കേസെടുത്തതിന്. ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. എന്തായാലും ആ ഗാനം, ആ പാരഡി ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. എത്ര പേര് ഇത് ഈ പാരഡി ഉണ്ടാക്കിയതാണോ കുറ്റം, അയ്യപ്പൻ്റെ സ്വർണം കവർന്നതാണോ കുറ്റം?